ഹലോ ഡിയർ ആസ്പിറൻസ്, വെൽക്കം ടു സൈലം SSC അറാബി. അപ്പോൾ നമുക്ക് SSC CGL എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കറിയാം, നമുക്ക് ഒരുപാട് വേക്കൻസീസ് ഈ ഒരു CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്, ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് കിട്ടിയാൽ മതി എന്നുള്ള ആലോചനയിലായിരിക്കും എല്ലാവരും ഉണ്ടായിരിക്കുക. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു ഫിക്സഡ് ആയിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ ഓൾറെഡി എന്താണ് ഏത് ജോലി വേണമെന്നുള്ള ഒരു ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും ആ ഒരു പെർട്ടിക്കുലർ നമ്മുടെ ആഗ്രഹത്തിന് അല്ലെ, നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി നേടാനുള്ള ആ ഒരു പ്രിപ്പറേഷൻ ആകുമ്പം അതിൻ്റെ ഒരു ഫയർ നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ നമ്മുടെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു CGL എക്സാം ത്രൂ ലഭിക്കാൻ സാധ്യതയുള്ള ജോലികളും അതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓൾറെഡി തന്നെ നിങ്ങൾ എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള ഷാർപ്പായിട്ടുള്ള ആ ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CGL അഥവാ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ത്രൂ അതിൽ കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ത്രൂ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള എല്ലാ പോസ്റ്റുകളും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പൊ നമുക്കതിനെ ബേസിക്കലി ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ പേ ലെവൽ അനുസരിച്ച് ഓരോ പോസ്റ്റുകളെയും ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ പേ ലെവൽ 7 വരുന്ന പേ ലെവൽ 8 പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസറും ഇപ്പം അങ്ങനെ നമുക്ക് വരാറില്ല നോട്ടിഫിക്കേഷനിൽ. അപ്പം നമുക്ക് ഈ ഒരു പേ ലെവൽ 7 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പേ ലെവൽ 7 വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഇത്രയാണ്: AS അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ എക്സൈസ്, പ്രിവന്റീവ് ഓഫീസർ, എക്സാമിനർ, ഇങ്ങനെ കുറെ പോസ്റ്റുകളുണ്ട്. പൊതുവെ റാങ്ക് കൂടുതലുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യാറുള്ളത്, ഈ ഒരു പോസ്റ്റിലോട്ട് പ്രിഫർ ചെയ്യാറുള്ളതും അവർക്കാണ് കിട്ടാറുള്ളതും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ 3 കാര്യങ്ങളാണ് പൊതുവെ ഒരു ജോലി ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാറുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാലറി അല്ലെങ്കിൽ പെർക്സ് ആണ് അല്ലെ, നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നുള്ളത്. രണ്ടാമത്തത് സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കാം. പിന്നെ പൊതുവെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആവുമ്പോൾ മൂന്നാമതൊരു കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും, പോസ്റ്റിംഗ്. ഓക്കെ, രണ്ടാമത്തെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ, നമുക്ക് എത്രത്തോളം നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്യാം. മൂന്നാമത്തത് എവിടെയാണ് പോസ്റ്റിംഗ്, നമുക്ക് ഹോം പോസ്റ്റിംഗ് കിട്ടാനുള്ള സാധ്യതകൾ. എന്നാലും പൊതുവെ എല്ലാവരും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാറുള്ളത് സാലറി ആണ്, അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടാണ് സാലറിയും പോസ്റ്റിങ്ങോ, സാലറി, സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് പൊതുവെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ജോലി പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പം ഏറ്റവും കൂടുതൽ സാലറി കിട്ടാൻ സാധ്യതയുള്ള ജോബ്സ് എല്ലാം വരുന്നത് പേ ലെവൽ 7 അപ്പോൾ ഇതിന്റെ ബേസിക് പേ തന്നിരിക്കുന്നത് ഇതാണെങ്കിലും 44,900 സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ബേസിക് പേ ആണ്. നമുക്കതിൽ ഒരുപാട് അലവൻസും കാര്യങ്ങളും ഡിയറൻസ് അലവൻസും എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻ ഹാൻഡ് ഉറപ്പിക്കാം ഒരു 70,000 to 80,000 വരെ നിങ്ങൾക്ക് ഇൻ ഹാൻഡ് എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റുകളിലെല്ലാം തന്നെ കിട്ടും. അതല്ലാതെ എക്സ്ട്രാ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഓരോരോ പോസ്റ്റുകൾക്കും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഇത് ആക്ച്വലി ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട് കേട്ടോ. ഒരു ASO എന്ന് പറയുന്ന ഒരു സിംഗിൾ പോസ്റ്റ് അല്ല, നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷനിലൊക്കെ കാണാൻ സാധിക്കും. ഒരുപാട് പോസ്റ്റുകൾ കാണാം. അതായത് പോസ്റ്റ് സെയിം ആണ്, പക്ഷെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ASO ഇൻ CSS ഉണ്ട്, MEA ഉണ്ട്, AFHQ ഉണ്ട്, IB എക്സെട്ര, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്. ഇപ്പം CSS എന്ന് പറഞ്ഞാൽ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസസ് ആണ്. MEA എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. AFHQ എന്ന് പറയുമ്പോൾ ആംഡ് ഫോഴ്സസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ. IB എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ബ്യൂറോ. അങ്ങനെ ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ജോബ് റോൾ എന്ന് പറയുന്നത് പ്യൂർലി നമുക്ക് ക്ലറിക്കൽ ആയിട്ടുള്ള, ഇപ്പം ഈ ഫീൽഡ് ജോബ് ഒന്നും താല്പര്യമില്ലാതെ ഒരു ഓഫീസ് വർക്ക്, നമുക്കൊരു 9 to 6 അല്ലെങ്കിൽ 9 to 5 ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ASO എന്ന് പറയുന്നത്. എല്ലാം നല്ല കേട്ടോ, ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ചെയ്തേക്കാം, ചെറിയ രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് മാറുമ്പോൾ വ്യത്യാസം വരാം. പക്ഷെ മെജോറിറ്റി ജോബ്സും ഡെസ്ക് ജോബ് തന്നെയാണ് വരുന്നത്. കൂടുതലും ഡെസ്ക് ജോബ് തന്നെയുള്ളൂ, ചെറിയ രീതിയിൽ ഫീൽഡ് വർക്ക് വന്നാലേ ഉള്ളൂ. ഓക്കെ, അപ്പം പ്രൈമറിലി ഡെസ്ക് ജോബ് ആണ്. നമുക്ക് നോട്ട്സ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യാം, റിപ്പോർട്ട്സ് തയ്യാറാക്കാം, ഫയൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാം. ഇതൊക്കെ പ്യൂർലി നമ്മുടെ ഓരോ പോളിസീസ്, ഗവൺമെന്റിന്റെ ഓരോ പോളിസി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, സീനിയേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ASOയുടെ റോള് വരുന്നത്. ഇതിൽ പിന്നെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് നമ്മൾ മുമ്പേ ചെയ്തൊരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ അത്യാവശ്യം ബെനിഫിറ്റ്സ് ഉള്ള, കുറച്ചും കൂടെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള അല്ലേ
അത്യാവശ്യം പവറുള്ള ഒരു ജോലിയാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ വരുന്ന ASO എന്ന് പറയുന്നത്. അതിന് ഫോറിൻ പോസ്റ്റിംഗ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ ഈ ഒരു പോസ്റ്റിന് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ആ ഒരു പ്രൊമോഷൻ സാധ്യതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊമോഷൻ വരുന്നത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറിന് സെക്ഷൻ ഓഫീസറായിട്ടും പിന്നെ അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, അങ്ങനെ ഡയറക്ടർ വരെ ഉണ്ട്. പൊതുവെ ഡയറക്ടറിലോട്ടൊന്നും എത്തൂല. പിന്നെ നമുക്ക് നിങ്ങൾ ഏത് വയസ്സിലാണ് ജോലിയിൽ കയറുന്നത് എന്നും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം പോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എന്തായാലും ഒരു അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി വരെയൊക്കെ നമുക്ക് എത്താൻ സാധിക്കും ഈ ഒരു പോസ്റ്റിൽ നിന്നും. അടുത്തത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു ജോലിയാണ് അല്ലെ. CGL എക്സാം ത്രൂ എഴുതുന്ന ഒരുപാട് ആൾക്കാർ സ്വപ്നം കാണുന്ന ഒരു ജോലിയാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മിനിസ്ട്രി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് CBDT ആണ്, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. ഇവിടെ നമുക്ക് ജോബ് റോൾ വരുന്നത് ഡെസ്ക് അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറയാം. അതായത് ഇവിടെ തന്നെ 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അസസ്മെന്റ് സെക്ഷനും അതേപോലെ തന്നെ നോൺ അസസ്മെന്റ് സെക്ഷനും. അസസ്മെന്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഡെസ്ക് ജോബാണ്. അതായത് ഈ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ആളുകളുടെ നമ്മുടെ പേഴ്സൺസിൻ്റെ ഇൻകം ടാക്സ് അസസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ എന്തെങ്കിലും റീഫണ്ട് കൊടുക്കുന്നത്, പിന്നെ TDS ഒക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ചിലരെങ്കിലും TDS അടയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൻ്റെ TDS അല്ല, ടാക്സ് അടിച്ചിട്ട് അതിൻ്റെ റിട്ടേൺ കിട്ടാനുള്ള അല്ലെ TDS ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ക്വറീസും കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ ഉള്ളതാണ് അസസ്മെന്റ് സെക്ഷനിലുള്ള ആൾക്കാർ ചെയ്യുന്നത്. നോൺ അസസ്മെന്റ് സെക്ഷനിലുള്ള ആൾക്കാർ ചെയ്യുന്നത് ഈ ഇൻകം ടാക്സ് പ്രോപ്പറായിട്ട് അടയ്ക്കാത്ത ആൾക്കാരെ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള റെയ്ഡ് കാര്യങ്ങൾ, സർവേസ്, അങ്ങനെ ഫീൽഡ് വർക്കാണ് നോൺ അസസ്മെന്റ് സെക്ഷനിലുള്ള ആളുകൾ ചെയ്യുക. 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് 2ഉം എവിടെ വരുന്നുണ്ട്, നമുക്ക് ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്പെക്ടർ പോസ്റ്റ് ആണെങ്കിലും യൂണിഫോം ഇല്ല, അത് മനസ്സിലാക്കുക. യൂണിഫോം ഇല്ലാത്തൊരു പോസ്റ്റാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്കിവിടെ പെട്രോൾ അലവൻസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു പോസ്റ്റിൽ നമുക്ക് പെട്രോൾ അലവൻസ് ആയിട്ട് 30 ലിറ്റർ പെട്രോൾ പെർ മന്ത്, 30 ലിറ്റർ പെർ മന്ത് പെട്രോൾ അലവൻസ് കിട്ടുന്നുണ്ട്. നോൺ യൂണിഫോം പോസ്റ്റ് ആണെന്ന് പറഞ്ഞു. പൊതുവെ നമുക്ക് സിവിലിയൻ അറ്റയറിൽ തന്നെയാണ് ജോബ് വരുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇതിന് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നില്ല. പൊതുവേ നമുക്ക് ഈ ഒരു ഇൻസ്പെക്ടർ പോസ്റ്റിന് ഇനി പറയാൻ പോകുന്ന GST ഇൻസ്പെക്ടർ ആണെങ്കിലും പ്രിവെന്റീവ് ഓഫീസറിന് ഇതിനൊക്കെ എന്ത് വരുന്നുണ്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്, അതായത് ഹൈറ്റും വെയിറ്റും ചെസ്റ്റ് മെഷർമെന്റ് ഒക്കെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. ഇവിടെ ഹൈറ്റും വെയിറ്റും ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. നമുക്ക് ഫിസിക്കലായിട്ടുള്ള മെഡിക്കലി ഫിറ്റ് ആവണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മെഡിക്കലി ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇതെന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഹോം പോസ്റ്റിംഗ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഹോം പോസ്റ്റിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്, കിട്ടുന്ന ഉറപ്പെന്നല്ല, പക്ഷെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഓൾ ഓവർ ഇന്ത്യ നമുക്ക് എന്തുണ്ട്, ഇൻകം ടാക്സിന്റെ ഓഫീസേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ, അപ്പം ഞാൻ ഇതൊക്കെ പറയുന്നത് ഇതിനാണ് കേട്ടോ മക്കളെ, നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ഇതായിരിക്കണം. നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആയാലും പോരാ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആയിട്ട് നിങ്ങളുടെ നാട്ടിൽ തന്നെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ സോണൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആയിട്ട് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് സോൺ സെലക്ഷന് വരുന്ന സമയത്ത് നല്ല റാങ്ക് ഉള്ള ആൾക്കാർക്കാണ് ഓഫ് കോഴ്സ് എന്ത് ചെയ്യുക, അവരുടെ പ്രയോറിറ്റി അനുസരിച്ചാണ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ തന്നെ ഹോം പോസ്റ്റിംഗ് ഒക്കെ ഉറപ്പിക്കാൻ എന്ത് ചെയ്യും സാധിക്കും, നല്ല റാങ്ക് ഉണ്ടെങ്കിൽ, നല്ല മാർക്ക് ഉണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷനും കൂടെ എന്തെങ്കിലും ഒരു ജോലി എവിടെയെങ്കിലും കിട്ടുക എന്നുള്ളതിനേക്കാളും നിങ്ങൾക്ക് നല്ല സാലറിയോടെ നല്ല സോഷ്യൽ സ്റ്റാറ്റസോട് കൂടെയുള്ള ജോലി നിങ്ങളുടെ നാട്ടിൽ തന്നെ കിട്ടുക എന്നുള്ള ഇൻസ്പിറേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ, അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്കും വേണം എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ഹോം പോസ്റ്റിങ്ങിന് സാധ്യത കൂടുതലാണ്. അത്യാവശ്യം നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആരാണെങ്കിലും ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ കേൾക്കാത്ത ഒരാൾ പോലും നമ്മുടെ നാട്ടിലോ നമ്മുടെ സാധാരണക്കാർക്ക് പോലും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ആളുകളുടെ ഇടയിലൊക്കെ നല്ലൊരു സ്റ്റാറ്റസ് ഉള്ളൊരു ജോലി കൂടിയാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രൊമോഷൻ നോക്കുന്ന സമയത്ത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിൽ നിന്നും ഇൻകം ടാക്സ് ഓഫീസറാണ് ഒന്നാമത്തെ പ്രൊമോഷൻ വരുന്നത്. ഒരു 5-8 വർഷം എടുക്കും കേട്ടോ ഇതിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. സെക്കൻഡ് പ്രൊമോഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ. ഈ അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന് പറയുന്നത് IRS കാഡറിലോട്ടുള്ള എൻട്രി ആണ് കേട്ടോ. IRS കാഡറിലോട്ടുള്ള എൻട്രിയാണ് സെക്കൻഡ് പ്രൊമോഷന്. IRS കാഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ റവന്യൂ സർവീസ് അല്ലേ. അതായത് നമ്മുടെ UPSC സിവിൽ സർവീസ് എക്സാംസ് എഴുതിയിട്ട് ആളുകൾ കിട്ടുന്ന
നമ്മുടെ ആ ഒരു IAS IPS കാറ്റർ പോലെ തന്നെ ഉള്ളതാണ് IRS കാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ പ്രൊമോഷനിൽ തന്നെ നിങ്ങൾക്ക് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ്റെ അതേ ലെവലിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പ്രൊമോഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ വരുന്നുണ്ട്, പിന്നെ ജോയിന്റ് കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണർ, അങ്ങനെ കമ്മീഷണർ വരെ. അവിടേക്കൊന്നും പൊതുവേ എത്താൻ കുറേ ബുദ്ധിമുട്ടാണ്, അത്യാവശ്യം ഒരുപാട് സമയം എടുക്കും. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ഒരു ജോയിന്റ് കമ്മീഷണർ വരെയൊക്കെ സുഖമായിട്ട് ഇതിൽ എത്താൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് GST ഇൻസ്പെക്ടർ. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു ഇതുപോലെ തന്നെ നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഇൻ CBDC പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് വേറെയാണ്. GST ഇൻസ്പെക്ടർ എന്താണ്, CBIC, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ഇതിലാണ്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് GST ഇൻസ്പെക്ടർ വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ആക്ച്വലി CBIC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ 3 ഇൻസ്പെക്ടർ പോസ്റ്റ് വരുന്നുണ്ട്. ഒന്ന് GST ഇൻസ്പെക്ടർ, പിന്നൊന്ന് പ്രിവെന്റീവ് ഓഫീസർ, പിന്നൊന്ന് നമ്മുടെ എക്സാമിനർ. 3 ഇൻസ്പെക്ടർ പോസ്റ്റ് തന്നെയാണ്. അപ്പം അതിൽ GST ഇൻസ്പെക്ടർ നോക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ ഫീൽഡ് വർക്കാണ്. ഡെസ്ക് ജോബും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നേരത്തെ മറ്റേതിൽ കാറ്റഗറൈസ് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ ഫീൽഡ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഫീൽഡ് വർക്കും ഉണ്ട്, മിനിസ്ട്രിയൽ ആയിട്ടുള്ള ഓഫീസ് വർക്കും ഉണ്ട്. പക്ഷെ കൂടുതലായിട്ടും ഫീൽഡ് വർക്കാണ് കൂടുതലും വരുന്നത്. GST ഇൻസ്പെക്ടറോട്ട് വരുമ്പോൾ കൂടുതലും ഫീൽഡ് വർക്കാണ് വരുന്നത്. റെയ്ഡ് കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്താണ്, അവിടെ ഇൻഡിവിജ്വലിന്റെ കേസസ് ആണെങ്കിൽ ഇവിടെ ഇൻഡയറക്ട് ടാക്സസ് ആണ് അല്ലേ. അപ്പം ഡീൽസ് വിത്ത് എക്സൈസ് ഡ്യൂട്ടി മാറ്റേഴ്സ്, മോണിറ്റേഴ്സ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ടു പ്രിവെന്റ് ടാക്സ് എവേഷൻസ്, അതായത് കമ്പനികളുടെയൊക്കെ കാര്യങ്ങൾ, അങ്ങനത്തെ സ്ഥാപനങ്ങളുടെയൊക്കെ ഇതൊക്കെ അടയ്ക്കുന്നുണ്ടോ, പ്രോപ്പറായിട്ട് അടയ്ക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ഈ GST ഇൻസ്പെക്ടറുടെ ജോലി എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോലെയല്ല, GST ഇൻസ്പെക്ടറിലോട്ട് വരുമ്പോൾ എന്തുണ്ട്, ഫിസിക്കൽ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് നോക്കുന്നുണ്ട്, ഹൈറ്റും വെയിറ്റും ഒക്കെ അതും നോക്കുന്നുണ്ട്, പിന്നെ ചെറിയൊരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും വരുന്നുണ്ട്, അത് നോക്കണം കേട്ടോ. നമുക്ക് അതിലോട്ട് വരാം. അപ്പം ഇവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഈ 3, അതായത് CBICയിൽ വരുന്ന 3 ഇൻസ്പെക്ടർ പോസ്റ്റിനും ഒരേപോലെ തന്നെയാണ് ഫിസിക്കൽ വരുന്നത്. അതിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഇവിടെ തന്നിട്ടുണ്ട്. മെയിൽ കാൻഡിഡേറ്റിന് ഹൈറ്റ് എത്ര വേണം, ചെസ്റ്റ് എത്രയാണ് വേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈറ്റിലുള്ള റിലാക്സേഷൻ എത്രയാണെന്നും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് വാക്കിങ്ങും സൈക്ലിങ്ങും ആണ്. 1600 മീറ്റർ 15 മിനിറ്റ് കൊണ്ട് വാക്കിങ്ങും 8 കിലോമീറ്റർ 30 മിനിറ്റ് കൊണ്ട് സൈക്ലിങ്ങും ആണ് ഇതിൽ ഫിസിക്കൽ ടെസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റിനോട് വരുമ്പോൾ ഹൈറ്റും വെയിറ്റും, ഇവർക്ക് ചെസ്റ്റ് നോക്കൂല, ഹൈറ്റും വെയിറ്റും ആണ് വരുന്നത്. 152 സെന്റിമീറ്റർ ഹൈറ്റും 48 കിലോഗ്രാം വെയിറ്റും ഉണ്ടായിരിക്കണം. ഫിസിക്കൽ ടെസ്റ്റ് 1 കിലോമീറ്റർ 20 മിനിറ്റ് കൊണ്ട് നടക്കുക, 3 കിലോമീറ്റർ 25 മിനിറ്റ് കൊണ്ട് സൈക്കിളും. വലിയ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല, സിമ്പിളാണ്, പക്ഷെ അത് മനസ്സിലാക്കി വെക്കണമല്ലോ. നോക്കുക കേട്ടോ. നെക്സ്റ്റ് അടുത്തത് പ്രിവെന്റീവ് ഓഫീസർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ഇൻ കസ്റ്റംസ് അഥവാ പ്രിവെന്റീവ് ഓഫീസർ. പ്രിവെന്റീവ് ഓഫീസറിലോട്ട് വരുന്ന സമയത്ത് അപ്പം നമുക്ക് GST ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കമ്പനികളും അതേപോലത്തെ അങ്ങനത്തതിലേക്കാണ് ഇത് വരുന്നത്. GST ഇൻസ്പെക്ടറുടെ അവരുടെ ഡ്യൂട്ടി കാര്യങ്ങൾ വരുമ്പം പ്രിവെന്റീവ് ഓഫീസർ എന്ന് പറയുമ്പോൾ കസ്റ്റംസിലാണ്, അതായത് നമ്മുടെ സീപോർട്ടിലും എയർപോർട്ടിലും ഒക്കെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഫീൽഡ് വർക്കാണ് പൊതുവെ വരുന്നത്. അപ്പോൾ ഇവിടെ കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ, സ്മഗ്ലിംഗ് ഒക്കെ പ്രിവെന്റ് ചെയ്യുക, അതിലൊക്കെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പ്രിവെന്റീവ് ഓഫീസറുടെ ഡ്യൂട്ടി വരുന്നത്. എയർപോർട്ടിലും സീപോർട്ടിലൊക്കെയാണ് ജോലി ഉണ്ടായിരിക്കുക. യൂണിഫോം പോസ്റ്റാണ്. യൂണിഫോം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ഏതെങ്കിലും സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കില്ല. നല്ല തുവെള്ള കളറ് നേവൽ യൂണിഫോം ആണ്, വൈറ്റ് നേവൽ യൂണിഫോം ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിവെന്റീവ് ഓഫീസർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം, അതായത് നമ്മളൊരു ഓഫീസ് വർക്ക് എന്നുള്ള രീതിയിൽ ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റൂല. 24 അവർ ഡ്യൂട്ടിയാണ്. 24 അവർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ദിവസം ഡ്യൂട്ടിയിലാണെങ്കിൽ 2 ദിവസം ഓഫ് എന്നുള്ള രീതിയിലായിരിക്കും ഡ്യൂട്ടി ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു നിങ്ങൾ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഉറക്കം അങ്ങനത്തെ ഒന്നും ചിന്തിക്കുന്ന ആൾക്കാർക്കൊന്നും പറ്റിയ പരിപാടിയല്ല. പക്ഷേ അത്യാവശ്യം നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള അടിപൊളി ജോലി തന്നെയാണ് കേട്ടോ. പിന്നെ വേറെന്താ, വേറൊരു പ്രത്യേകത, ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്, ഇതിനൊരു സീഷർ റിവാർഡ് ഉണ്ട്. വേറൊന്നും അല്ല, അപ്പം നമുക്കറിയാം സ്മഗ്ലിംഗ് ഒക്കെ അല്ലേ ഇവർ ഡീൽ ചെയ്യുന്നത്. അപ്പം കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കടത്തുന്ന കാര്യങ്ങൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വലിയ ഓപ്പറേഷൻസിലൊക്കെ ഇവർ ഒരു പാർട്ടായിട്ടുണ്ടെങ്കിൽ ആ പിടിച്ച വസ്തുവിൻ്റെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് എന്ത് കിട്ടും, ഇവർക്ക് റിവാർഡായിട്ട് ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കിട്ടും. അപ്പം അങ്ങനെയും കൂടെ ഒരു ഏർണിങ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കോസ്റ്റൽ സിറ്റീസിലും മേജർ ഇന്റർനാഷണൽ എയർപോർട്ട്സിലൊക്കെയാണ്, ഹബ്സിലൊക്കെയാണ് ഇവർക്ക് എന്തുണ്ടാവുക, ജോലി ഉണ്ടാവുക. എയർപോർട്ട്സിലല്ല, സീ പോർട്ട്സിലൊക്കെയാണ് കാര്യമായിട്ട്
ജോലി ഉണ്ടായിരിക്കുക. നമുക്ക് എവിടെ ഉണ്ട്? നമ്മുടെ കൊച്ചിയിലുണ്ട് കേട്ടോ. കൊച്ചിയിൽ ഇതിൻ്റെ നേവൽ ബേസ് വരുന്നുണ്ട്, കൊച്ചിയിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ നമുക്ക് CBIC തന്നെയുള്ള മൂന്നാമത്തെ ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ് എക്സാമിനർ. എക്സാമിനറുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രൊമോഷൻ സാധ്യത പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടുള്ള പ്രൊമോഷനാണ് കേട്ടോ. ഫാസ്റ്റ് പ്രൊമോഷനാണ് എക്സാമിനറിന് വരുന്നത്. ജോബ് റോൾ എന്ന് പറയുന്നത് ഇവിടെയും ഫീൽഡ് വർക്ക് തന്നെയാണ്. ഇവിടെ കാര്യമായിട്ട് വാല്യുവേഷൻ ആണ്. അതായത് ഈ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നു, അതേപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നു, ഇവിടുന്ന് പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളെ വാല്യൂ ചെയ്യാം, അതിനെ ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ ഏകദേശം മാർക്കറ്റ് വാല്യൂ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി എത്രയാണ് വരുന്നത് എന്നുള്ളത് തീരുമാനിക്കുക, ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവർക്കുള്ള വേറൊരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്, ഇവർക്ക് സിഗ്നേച്ചർ പവർ ഉണ്ട്. അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ടൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ സിഗ്നേച്ചർ ആ ഒരു ബിൽ ഓഫ് എൻട്രിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാർഗോ വരുന്നതും പോകുന്നതൊക്കെ ബാക്കി പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു അതോറിറ്റി, ആ ഒരു പവർ ആർക്കുണ്ട്? എക്സാമിനറിന് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇതിനും അതേപോലെ PSTയും PET ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് സെയിം തന്നെയാണ്, ഞാൻ രണ്ടിൻ്റെയും കൊടുത്തിട്ടില്ല, സെയിം സംഭവമാണ് വരുന്നത് കേട്ടോ. നമ്മുടെ GST ഇൻസ്പെക്ടറിന്റെ സെയിം തന്നെയാണ് പ്രിവെന്റീവ് ഓഫീസറിനും വരുന്നത്, അതേപോലെ തന്നെ എക്സാമിനറിലും വരുന്നത്. എക്സാമിനറിന്റെ വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടത്, ഇപ്പം നിങ്ങൾ പ്രിവെന്റീവ് ഓഫീസറും GST ഇൻസ്പെക്ടറിന്റെ ഞാൻ പ്രൊമോഷൻ പറയാനിട്ടല്ല, നമുക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിന്റെ CBDTയിലുള്ള സെയിം ആണ് ഇവിടെയും വരുന്നത് കേട്ടോ. സെയിം പ്രൊമോഷൻ ആണ് വരുന്നത്. എക്സാമിനറിലോട്ട് വരുമ്പം ഇതും ഏറെക്കുറെ സെയിം തന്നെയാണ്. എക്സാമിനർ അടുത്തത് പക്ഷേ അപ്രൈസർ എന്നാ പറയാമെന്ന് മാത്രം, ബാക്കി സെയിം ആണ്. അസിസ്റ്റന്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ അങ്ങനെയാണ് പോവുക. ഇവിടെ എന്ത് വരുന്നുണ്ട്? രണ്ടാമത്തെ പ്രൊമോഷൻ എന്താണ്? IRS എൻട്രി ആണ് കേട്ടോ. ഇന്ത്യൻ റവന്യൂ സർവീസിലോട്ടുള്ള ആ ഒരു കാറ്ററിലോട്ടുള്ള എൻട്രി ആണ്. അത് ഇതിലാണെങ്കിലും പ്രിവെന്റീവ് ഓഫീസറിലാണെങ്കിലും GST ഇൻസ്പെക്ടറിലാണെങ്കിലും മൂന്നിലും നമുക്ക് രണ്ടാമത്തെ പ്രൊമോഷൻ എന്ന് പറയുന്നത് IRS കേഡറിലോട്ടുള്ള എൻട്രി ആണ്. ഇനി ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എക്സാമിനറിൽ കുറച്ചും കൂടെ എന്താണ്, ഫസ്റ്റ് പ്രൊമോഷന്റെ ടൈം ഡ്യൂറേഷൻ കുറവാണ്. സാധാരണ നോർമലി ഒരു 5 to 8 years ഒക്കെ എടുക്കുന്നത്, ഇവിടെ 3 to 6 years കൊണ്ട് തന്നെ നമുക്ക് എക്സാമിനറിന് എവിടെയൊക്കെ എത്താൻ സാധിക്കും? അപ്രൈസറിലോട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രൊമോഷനിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ് ഈ ഒരു എക്സാമിനർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് AEO, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കേൾക്കില്ല, മനസ്സിലായിട്ടുണ്ടാവണില്ല. ED എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ED വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇപ്പോഴുള്ളൊരു സമകാലിക രാഷ്ട്രത്തിൽ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് ED വരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക, ഈ സംഭവങ്ങളൊക്കെ. പക്ഷേ ED അല്ല വരുന്നത്. ED എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആണ്, അവിടെയുള്ള ഓഫീസേഴ്സ്. ഓക്കെ, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആണ് ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ED ആണ്. ഓഫ് കോഴ്സ് ഫീൽഡ് വർക്ക് ആണ്, പ്യുവർലി ഫീൽഡ് വർക്ക് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് റിസ്ക് ഉള്ള ജോലി കൂടെയാണ്, കാരണം ഹൈ സ്റ്റേക്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ഈ AEO ചെയ്യുന്നത്. അത്യാവശ്യം നല്ല, നമ്മൾ പറഞ്ഞ ചെറിയ ചെറിയ നത്തൽ മീനുകളെ അല്ല, തിമിംഗലങ്ങളെയാണ് നോട്ടമിടുന്നത്. അത്യാവശ്യം അതിൻ്റെതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളും ഈ ഒരു ജോബിൽ വരുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു AEOയുടെ ജോലി എന്ന് പറയുന്നത് 2 നിയമങ്ങൾ പ്രോപ്പറായിട്ട് നടത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. FEMA ആൻഡ് PMLA ആക്ട്സ്, ഈ 2 ആക്ട്സും പ്രോപ്പറായിട്ട് നടക്കുക എന്നുള്ളതാണ്. PMLA എന്ന് പറഞ്ഞാൽ മണി ലോണ്ടറിങ്ങിനെതിരെ ഉള്ളതാണ് കേട്ടോ. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ആണ് PMLA എന്ന് പറയുന്നത്. FEMA എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണ്. അപ്പോൾ കള്ളപ്പണം കാര്യങ്ങൾ പിടിക്കുക അങ്ങനത്തെ ഒക്കെയാണ്. അത് വലിയ രീതിയിൽ കേട്ടോ, ലാർജ് സ്കെയിലിൽ വരുന്നതാണ് AEOയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഞാൻ പറഞ്ഞു അത്യാവശ്യം നല്ല റിസ്ക് ഉള്ളൊരു ജോബാണെന്ന് പറഞ്ഞു. ആ ഒരു റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്? സ്പെഷ്യൽ ഇൻസെൻറ്റീവ് അലവൻസ് ഉണ്ട്. അവരുടെ സാലറിയുടെ 20% ഒരു SAE ആയിട്ട് സ്പെഷ്യൽ ഇൻസെൻറ്റീവ് അലവൻസ് ആയിട്ട് അവർക്ക് കിട്ടുന്നതായിരിക്കും. ബാക്കി നമ്മൾ സാലറി നേരത്തെ പറഞ്ഞതാണ് കേട്ടോ, ലെവൽ 7 വരുന്നതാണ്. സോ ഒരു 70 to 80,000 വരുന്നത് തന്നെയാണ് ഇത്. പക്ഷേ അത് കൂടാതെ ഒരു 20% എന്തുണ്ട്? ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അലവൻസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിന് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നില്ല, PST ഇല്ല. ഹൈറ്റും വെയിറ്റും ഒന്നും ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ നീളം ഇതൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയെന്നല്ല, അവർക്കും നോക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് AEO എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ വരുന്നത്, AEOയുടെ ലൊക്കേഷൻ വരുന്നത്, ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഡൽഹിയിലാണ്. പക്ഷേ ഇതിൻ്റെ സോണൽ ആൻഡ് സബ് സോണൽ ഓഫീസേഴ്സ് എവിടെ വരുന്നുണ്ട്? മേജർ സിറ്റീസിലും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എവിടെയുണ്ട്? കൊച്ചിയിൽ ഇതിൻ്റെ സോണൽ ഓഫീസ് അല്ലെങ്കിൽ സബ് സോണൽ ഓഫീസ് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു കാര്യം കൂടെ നോക്കാം. സോ പ്രൊമോഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ AES അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറിൽ നിന്നും അസിസ്റ്റന്റ് ഡയറക്ടർ, ദെൻ ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ,
അഡീഷണൽ ഡയറക്ടർ. ഇങ്ങനെ പറയാം, എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, ദെൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ AD, DD, JD ആൻഡ് ആ രീതിയിൽ കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് ഏകദേശം പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. നെക്സ്റ്റ് സബ് ഇൻസ്പെക്ടർ ഇൻ CBI സബ് ഇൻസ്പെക്ടർ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ സബ് ഇൻസ്പെക്ടർ ജോബ്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ആരും കേൾക്കാത്തതായിട്ടുണ്ടാവില്ല അല്ലേ. നമുക്ക് CBI ഡയറക്ടർ കുറിപ്പുകൾ എന്ന് പറഞ്ഞ സിനിമ തന്നെ, അതിൻ്റെ ഒരു ഇതായിട്ടൊരു സീരീസ് ആയി സിനിമ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓഫ് കോഴ്സ് എന്താണ്, ഫീൽഡാണ് വർക്ക് വരുന്നത്. പോലീസ് അല്ലേ, സബ് ഇൻസ്പെക്ടർ, അതായത് ആ ഒരു രീതിയിലുള്ള അല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫീൽഡ് വർക്ക് വരുന്നതാണ്. കുറച്ചും കൂടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ലാർജ് സ്കെയിലുള്ള കേസസ് ആണ്. നമ്മൾ സാധാരണ സ്റ്റേറ്റിലുള്ള പോലീസിന് അല്ലെ ബാക്കിയുള്ള അങ്ങനെയല്ല. CBI എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള കേസസ് ഒക്കെയാണ് ഇവർ മാനേജ് ചെയ്യാറുള്ളത്. ആൻഡ് എസ്പെഷ്യലി കറപ്ഷൻ കേസസും അതേപോലെ ഹൈ പ്രൊഫൈൽ ക്രൈംസ് ഒക്കെയാണ് ഇവർ മാനേജ് ചെയ്യാറുള്ളത്. അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സബ് ഇൻസ്പെക്ടർ പോസ്റ്റിനാണെങ്കിൽ CBIയിലെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഹോളിഡേയ്സിലും വീക്കെൻഡ്സിലും ഒക്കെ ജോലി ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഇതിന് മാത്രം, ഈ ഒരു ജോലിക്ക് മാത്രമുള്ള ഒരു എക്സ്ട്രാ ബെനിഫിറ്റാണ്. ഒരു 1 month എക്സ്ട്രാ സാലറി ഉണ്ടാവും. അതിനുള്ള ബുദ്ധിമുട്ടും ഉണ്ട്. അതായത് നമുക്ക് 12 മാസത്തെ സാലറി അല്ല, 13 മാസം ടോട്ടൽ സാലറി. ഇതിൽ അത് ഒരു മാസത്തെ സാലറിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു മാസം കൂടെ തരും, ഒരു എക്സ്ട്രാ മാസം. വേറൊന്നും കൊണ്ടല്ല, അതിനുള്ള ജോലിയും കൂടെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. വീക്കെൻഡ്സിലും ചിലപ്പോൾ ഹോളിഡേയ്സിലും ഒക്കെ നമ്മൾ എക്സ്ട്രാ പണിയെടുക്കുന്നത് കൊണ്ട് കൂടെയാണ് ഇങ്ങനെ നമുക്ക് സാലറി കിട്ടുന്നത് കേട്ടോ. സോ ഇതിനും എന്തുണ്ട്, സ്പെഷ്യൽ ഇൻസെൻറ്റീവ് അലവൻസ് ഉണ്ട്. ഈ ഒരു റിസ്ക് ഒക്കെ വരുന്ന ജോലി ആയതുകൊണ്ട് ഇവിടെയും നമുക്ക് 20% എക്സ്ട്രാ അലവൻസ് ഉണ്ട്. അതും കൂടാതെയാണ് ഈ ഒരു 1 month എക്സ്ട്രാ സാലറി വരുന്നത് കേട്ടോ. വെറും സാലറി അല്ല, ഇതും പ്ലസ് DA കൂടിയിട്ടുള്ള സാലറി തന്നെയാണ് ഇത് നമുക്ക് കിട്ടുക. പിന്നെ നമ്മുടെ CBIയിൽ സബ് ഇൻസ്പെക്ടറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രെയിനിങ് ഉണ്ട്. 32 മാസത്തെ ട്രെയിനിങ് ഉണ്ടാവും. ഗാസിയാബാദിൽ CBI അക്കാദമിയിൽ ട്രെയിനിങ്ങും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് മെന്നിനും വിമണ്ണും പറയുന്നുണ്ട്. ഇത്ര ഹൈറ്റ് വേണം എന്നുള്ളത് 165 മെന്നിനും 150 വിമണ്ണും വരുന്നുണ്ട്. ചെസ്റ്റ് എക്സ്പാൻഷൻ പറയുന്നത് മെന്നിന് മാത്രമാണ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അത് ബാധകമല്ല. അതേപോലെ വിഷന്റെ കേസും പറയുന്നുണ്ട് സബ് ഇൻസ്പെക്ടറിന്റെ കേസിൽ കേട്ടോ. സോ ഇവിടെ നമുക്ക് പ്രൊമോഷൻ നോക്കുമ്പോൾ സബ് ഇൻസ്പെക്ടറിന് ഇൻസ്പെക്ടർ, ഡെപ്യൂട്ടി സൂപ്രിണ്ടന്റ്, അഡീഷണൽ സൂപ്രിണ്ടന്റ് അങ്ങനെ സീനിയർ സൂപ്രിണ്ടന്റ് വരെ ആണ് പ്രൊമോഷൻ സാധ്യതകൾ വരുന്നത്. നെക്സ്റ്റ് ഇൻസ്പെക്ടർ ഇൻ CBN എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് എന്ന് അറിയാലോ, ഡ്രഗ്സും കാര്യങ്ങളും അല്ലേ. അപ്പോൾ ഓഫ് കോഴ്സ് എന്താണ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ളത്, നമ്മൾ ഈ ഒരു എന്തെങ്കിലും കഞ്ചാവോ കാര്യങ്ങൾ അങ്ങനെ ഡ്രഗ്സ് ആയിട്ടുള്ള മയക്കുമരുന്നുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് സാധാരണ ആക്ച്വലി ഡ്രഗ് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് ലീഗലി ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇല്ലീഗലി ആയിട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. അതൊക്കെയാണെന്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ് ഈ ഒരു CBNലെ ഇൻസ്പെക്ടർ പോസ്റ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഫീൽഡ് ജോബാണ്. OPM പ്രൊഡക്ഷനും അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കടത്തുകളൊക്കെ എന്ത് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാണ്. ഇവരെന്ത് ചെയ്യും, കൂടുതലായിട്ടും റെയ്ഡും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. ഇതിലും എന്ത് വരുന്നുണ്ട്, നമുക്ക് ഇൻസ്പെക്ടർ പോസ്റ്റ് ഇൻ CBNനും നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റിന് എത്ര, നേരത്തെ പറഞ്ഞ സെയിം ആണ് കേട്ടോ, നമ്മൾ GST ഇൻസ്പെക്ടറിന് പറഞ്ഞ സെയിം ആണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഇവിടെ പറയുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റ് എന്നല്ല, ഇത് ഉണ്ടായിരിക്കില്ല കേട്ടോ. ഫിസിക്കൽ ടെസ്റ്റിൽ സൈക്ലിംഗ് ഉണ്ടായിരിക്കില്ല. സൈക്ലിംഗ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ ദ പോസ്റ്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ ഇൻ CBN. വാക്കിംഗ് ഉണ്ടായിരിക്കും, പക്ഷെ സൈക്ലിംഗ് ഉണ്ടായിരിക്കില്ല. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. GST ഇൻസ്പെക്ടർ അല്ലെങ്കിൽ പ്രിവെന്റീവ് ഓഫീസറിൻ്റെ ഒക്കെ സെയിം ആണ് ഇവിടെയും വരുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും സെയിം ആണ്, സൈക്ലിംഗ് ഉണ്ടായിരിക്കില്ല. ആൻഡ് അവരുടെ പ്രൊമോഷനാണ് ഇൻസ്പെക്ടർ, സൂപ്രിണ്ടന്റ്, പിന്നെ ഡിസ്ട്രിക്ട് OPM ഓഫീസർ, അസിസ്റ്റന്റ് നാർക്കോട്ടിക് കമ്മീഷണർ, ഡെപ്യൂട്ടി നാർക്കോട്ടിക് കമ്മീഷണർ, നാർക്കോട്ടിക് കമ്മീഷണർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള പേ ലെവൽ 7 വരുന്ന ജോബ്സ്. അത് കഴിഞ്ഞാൽ പേ ലെവൽ 7 നേരെ പേ ലെവൽ 6 പേ ലെവൽ 6 ബേസിക് പേ നിങ്ങൾ നോക്കണ്ട. എന്തായാലും ഒരു 60 to 70 അല്ലെങ്കിൽ ഒരു 50 to 60 എന്തായാലും നിങ്ങൾക്ക് ഇൻഹാൻസ് സാലറി കിട്ടുന്ന ജോബ്സ് ആണ് ഇതിലൊക്കെ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്സിലല്ലാതെ വേറെ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്ന ASO വരുന്നുണ്ട്. അപ്പം അതിൻ്റെ സെയിം ആണ്. പിന്നെ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ നമുക്ക് നോക്കാം കേട്ടോ. ഇതിൽ
ഈ ഒരു പേ ലെവൽ 6 വരുന്നതിൽ ഏറ്റവും നല്ലൊരു നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ട് ഏറ്റവും നല്ലൊരു ജോബാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. വലിയൊരു തലവേദന ഒന്നും ഇല്ലാത്ത പ്യൂർലി ഓഫീസ് വർക്ക് ആയിട്ടുള്ള, നമുക്ക് കൂടുതലായിട്ടും ഡെസ്ക് തന്നെയാണ് കേട്ടോ, ഫീൽഡ് കൂടുതലായിട്ടും വരുന്നില്ല, കൂടുതലും ഡെസ്ക് തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ജോബാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. C&AG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നുള്ള ഓഫീസിലാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി വരുന്നത്. ഓഫ് കോഴ്സ് ആ ഒരു പേര് പറയുന്നത് പോലെ തന്നെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. പക്ഷെ ഇവിടെ എന്താ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പൊതുവെ ഇവർ PWDയിലാണ് വർക്ക് ചെയ്യുക, പബ്ലിക് വർക്ക്സ് ഡിവിഷൻസിലാണ്, മിനിസ്ട്രേഴ്സിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സിലേക്കാളും പബ്ലിക് വർക്ക് ഡിവിഷൻസ് PWDയിലാണ് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ജോലി ഉണ്ടായിരിക്കാം. ഓക്കെ, പ്രൊമോഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാണ് പ്രൊമോഷൻ വരുന്നത്. നെക്സ്റ്റ് സബ് ഇൻസ്പെക്ടർ ഇൻ NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ, അതായത് കുറച്ചും കൂടെ നമുക്ക് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി, ഇവിടെ തന്നെ പറയുന്നുണ്ട് ഇൻവെസ്റ്റിഗേറ്റ്സ് ടെററിസം റിലേറ്റഡ് കേസസ് ആൻഡ് ഒഫൻസസ് അഫക്റ്റിംഗ് ദ സൊവറിനിറ്റി, സെക്യൂരിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ ഇന്ത്യ. അതാണ് നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഇൻ NIA പോസ്റ്റിൽ വരുന്നത്. ഇവിടെ നമുക്ക് NIAയിലെ സബ് ഇൻസ്പെക്ടറിനും എന്ത് വരുന്നുണ്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്, അത് സ്പെഷ്യലായിട്ട് തന്നെ പറയുന്നുണ്ട്. മെന്നിനും വിമണിനും എത്രയാണ് ഹൈറ്റ് വേണ്ടത്, ചെസ്റ്റ് വേണ്ടത്, വിഷൻ വേണ്ടത് എന്നുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ JSO ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറും പിന്നെ നമ്മുടെ അത് കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഗ്രേഡ് 2, ഇതിന് രണ്ടിനും എന്തുണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അത് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്, അതിനൊരു എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ആവശ്യമുണ്ട്. ബാക്കിയുള്ളതിനൊക്കെ ഡിഗ്രി മാത്രം മതിയെങ്കിൽ ഇത് ഡിഗ്രി മാത്രം പോരെ, ഡിഗ്രി തന്നെയാണ്, പക്ഷെ അതിൻ്റെ കൂടെ എന്ത് വേണം, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആണെങ്കിൽ ഒന്നുകിൽ 12ാം ക്ലാസ്സിൽ മാത്സിൽ 60% മാർക്ക് നേടിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്ത് വേണം, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഒന്നുകിൽ ഡിഗ്രിയുടെ കൂടെ 12ാം ക്ലാസ്സിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം മാത്സിന്, അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രിയിൽ പഠിച്ചതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തായിട്ടുണ്ടായിരിക്കണം, ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 പറയുന്നത് നമ്മൾ ഡിഗ്രിയിൽ എന്ത് പഠിച്ചിട്ടുണ്ടായിരിക്കണം, ഡിഗ്രി പഠിക്കുന്ന സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്തെ അത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ മിനിസ്ട്രിയിലാണ് JSO ജോബ് വരുന്നത്. ഓഫ് കോഴ്സ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സും സർവേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഫീൽഡ് ആൻഡ് ഡെസ്ക് ജോബ് ആണ് വരുന്നത്. ഡാറ്റ കളക്ഷൻ, കമ്പൈലേഷൻ ആൻഡ് അനാലിസിസ് ആണ് കൂടുതൽ. നമ്മളിപ്പോൾ ഒരു ഇൻഡെക്സും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട്സും അങ്ങനത്തെ ഒക്കെ വരാറില്ലേ, അപ്പോൾ അതിലൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആയിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിനെ അസിസ്റ്റ് ചെയ്യാം, റിപ്പോർട്ട്സ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യുക, സർവേസ് കണ്ടക്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഇവരുടെ ജോബിൽ വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ ഇതും ഇതേപോലെ തന്നെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. വെറും ഡാറ്റയല്ല, നമ്മുടെ സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ 10 വർഷം കൂടുമ്പോഴും പോപ്പുലേഷൻ സെൻസസ് വരാറില്ലേ, ആ സെൻസസിന്റെ വർക്കൊക്കെ ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഗ്രേഡ് 2ഉം അവരുടെ കൂടെയുള്ള ടീമും ആയിരിക്കും. അപ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലാണ് ഇവരുടെ പോസ്റ്റിംഗ് വരുന്നത്. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ അതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് ഇവർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി അതാണ് മെയിനായിട്ട് പേ ലെവൽ 6 വരുന്നത്. ദെൻ പേ ലെവൽ 5 മെയിൻലി 2 ജോബാണ് വരുന്നത്, ഓഡിറ്റർ ആൻഡ് അക്കൗണ്ടന്റ്. ഇത് രണ്ടും ഒരേ ഡിപ്പാർട്ട്മെന്റുകളിലാണ് വരുന്നത്, രണ്ടും ഏകദേശം ഒരേ ജോലിയാണ്. ഡിപ്പാർട്ട്മെന്റ് C&AG, CGDA, പിന്നെ അത് മറ്റ് മിനിസ്ട്രി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ്. ഇതിലൊക്കെ ഓഡിറ്റർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഡിറ്ററും അക്കൗണ്ടന്റും തമ്മിലുള്ള മെയിൻലി വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യാം. അതിലെന്തെങ്കിലും കളവോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഓഡിറ്റ് ചെയ്യാന്നുള്ളതാണ് ഓഡിറ്ററുടെ ജോലി. അക്കൗണ്ടന്റിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇത് ക്രിയേറ്റ് ചെയ്യാം. മെയിൻലി ഡെയിലി ബിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, അതിൻ്റെ റെക്കോർഡ്സ് ഒക്കെ ഉണ്ടാക്കുക, ഡെയിലി കാര്യങ്ങളൊക്കെ ഒരു കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് അക്കൗണ്ടന്റിന്റെ ജോലി. ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ അതൊക്കെ ഒന്ന് ഒത്തു നോക്കുന്നതാണ് ഓഡിറ്ററുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പേ ലെവൽ 4 വരുമ്പോൾ നമുക്ക് പോസ്റ്റൽ അസിസ്റ്റന്റ്, പിന്നെ UD ക്ലർക്ക്, അങ്ങനെ കുറച്ചെണ്ണം ഉണ്ട്. ടാക്സ് അസിസ്റ്റന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇതിലോട്ട് വരുമ്പോൾ അതിനനുസരിച്ച് സാലറി പാക്കേജും അങ്ങനെ കുറഞ്ഞു വരും കേട്ടോ. PORSA എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് പോസ്റ്റൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് എന്താണ്, പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിലാണ്, അതിന്റെ അണ്ടറിലാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. രണ്ടും
പൊതുവെ എന്താണ് ഡെസ്ക് ജോബ് ആണ്. സോർട്ടിംഗ് അസിസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് വൈസ് ഒക്കെ ഉണ്ടായിരിക്കും, ഉറക്കത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും, ഷിഫ്റ്റ് ജോലികൾ ഉണ്ടാവും. പോസ്റ്റൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ ഓഫീസ് ടൈമിൽ വരുന്ന ജോലിയാണ്. പോസ്റ്റ് ഓഫീസിലുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് പോസ്റ്റൽ അസിസ്റ്റന്റിന്റെ ജോലിയെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റന്റിന്റെ ജോലി ഈ ഒരു മെയിലൊക്കെ സോർട്ട് ചെയ്യുക എന്നുള്ളത്. സോർട്ടിംഗ് അസിസ്റ്റന്റ് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ, അവർക്ക് റെയിൽവേയിലുള്ള പോസ്റ്റ് ഓഫീസിലാണ് ഇവർക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കാം. മെയിൻലി ഇവരുടെ ജോലി എന്ന് പറയുന്നത് മെയിലൊക്കെ സോർട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് UDC ഓർ SSC എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് എന്താണ് ക്ലറിക്കൽ ആയിട്ടുള്ള ജോലി. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ പ്യൂർലി ക്ലറിക്കൽ ആയിട്ടുള്ള ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ, ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഡാറ്റ എൻട്രി ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നോക്കിക്കുക, RTIയുടെ റിപ്ലൈ കൊടുക്കുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ വലിയ തലവേദനകളൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ജോലികളാണ് ഇതിലോട്ട് വരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടത്, നമുക്ക് ഈ ഒരു പേ ലെവൽ 4 ഒരുവിധ എല്ലാ ജോലികളും നമുക്ക് ഹോം പോസ്റ്റിങ്ങിന് പേ ലെവൽ 4 ആണെങ്കിലും 5 ആണെങ്കിലും രണ്ടും നമുക്ക് ഹോം പോസ്റ്റിങ്ങിന് സാധ്യത കൂടിയിട്ടുള്ള പോസ്റ്റുകളാണ് രണ്ടിലും വരുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ക്ലറിക്കൽ ആയിട്ടുള്ള ജോബുകൾ. ദെൻ നമ്മുടെ ടാക്സ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പം നമ്മൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, GST ഇൻസ്പെക്ടർ പോസ്റ്റുകൾ ഉണ്ടല്ലോ, CBDT CBIC ഡിപ്പാർട്ട്മെന്റിലുള്ള, അതിന്റെ തൊട്ടു താഴെ വരുന്ന, അതായത് ടാക്സ് ഡിപ്പാർട്ട്മെന്റ്സിലുള്ള എൻട്രി ലെവൽ റോളാണ് ടാക്സ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ടാക്സിന്റെ റെക്കോർഡ്സ് ഒക്കെ വെരിഫൈ ചെയ്യുക, ആക്സസ് ചെയ്യുക, അങ്ങനത്തെ ബാക്കിയുള്ള റീഫണ്ടും കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുക. കുറച്ചും കൂടെ ക്ലറിക്കൽ ആയിട്ടുള്ള ജോബ്സ് ആയിരിക്കും. മറ്റേ നമ്മുടെ ഇൻസ്പെക്ടർ പോസ്റ്റിന്റെ അത്ര ഒരു സോഷ്യൽ സ്റ്റാറ്റസും കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല, കുറച്ചും കൂടെ ക്ലറിക്കൽ ആയിട്ടുള്ള ജോലികളായിരിക്കും. പക്ഷേ ഇതിന്റെ പ്രൊമോഷനിലോട്ട് എന്ത് വരും, ടാക്സ് അസിസ്റ്റന്റിന് പിന്നീട് ഭാവിയിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറും കാര്യങ്ങളൊക്കെ ആവാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക്. അത് കഴിഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ ഇൻ CBN. വേറൊന്നുമല്ല, നമ്മൾ CBNൽ ഇൻസ്പെക്ടർ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ലെവൽ 6 or 7 ഇൻസ്പെക്ടർ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ തൊട്ട് താഴെ വരുന്ന അവരെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് സബ് ഇൻസ്പെക്ടർ ഇൻ CBN എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൊമോഷൻ നമ്മുടെ ഇൻസ്പെക്ടറിന്റെ തൊട്ട് താഴെ അത്രയേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ മുകളിലോട്ടുള്ളത്. ഇവിടെയും ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്, അത് സെപ്പറേറ്റ് പറയുന്നുണ്ട്. ഹൈറ്റും ചെസ്റ്റും ഒക്കെ എത്രയാണ് മെന്നിനും വിമണിനും വരുന്നത്, വിഷൻ എത്ര വരുന്നതെന്നൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണുള്ളത്. എല്ലാത്തിനെയും കുറിച്ച് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ആയിട്ട് പറയാം. അതിൻ്റെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 2026 CGL എക്സാം ഇതാ നമുക്ക് അടുത്തെത്തിയിട്ടുണ്ട് അല്ലേ. ഇതിനു വേണ്ടിയുള്ള 2 ബാച്ചുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്നാമത്തത് Tier 1 ക്രാഷ് ബാച്ചും രണ്ടാമത്തത് PYQ ക്രാഷ് ബാച്ചും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തരാം. Tier 1 ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യും, കൺസെപ്റ്റ്സും കാര്യങ്ങളൊന്ന് ബ്രീഫായിട്ട് പറയും, ആൻഡ് പ്ലസ് അതിൻ്റെ കൂടെ പ്രാക്ടീസും ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡെപ്തിൽ കൺസെപ്റ്റ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും എക്സ്ട്രാ നിങ്ങൾക്ക് തരും. അതായത് ലൈവായിട്ട് നമ്മൾ ബ്രീഫ്ലി എന്ത് ചെയ്യും, കൺസെപ്റ്റ്സും കാര്യങ്ങളും പറയും, പ്ലസ് പ്രാക്ടീസ് ചെയ്യും. അതല്ലാതെ നിങ്ങൾക്ക് കൂടുതൽ റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ക്ലാസ്സസിൻ്റെ എല്ലാ ക്ലാസ്സിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സുകളും ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് April 7 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫീസ് ചെയ്താൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതല്ലാതെ SSC CGL PYQ ക്രാഷ് ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട്. അത് പ്യുവർലി നമ്മൾ പ്രാക്ടീസിന് വേണ്ടി മാത്രം തുടങ്ങുന്നതാണ് കേട്ടോ. കൺസെപ്റ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു പ്രാക്ടീസ് വേണമെന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണിത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് April 24 ഫീ പറയുന്നുണ്ട്. സോ എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്ക് കൂടുതലായിട്ട് CGL എക്സാമിനെ കുറിച്ചോ അല്ലെങ്കിൽ SSC എക്സാംസിനെ കുറിച്ചോ എന്താണ് അറിയേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റ് ആയിട്ട് പറയാൻ മറക്കരുത് കേട്ടോ. താങ്ക്